അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന സ്ഥലത്ത് ജീൻ ഓട്ടോ എന്ന പയ്യന് ഒരു പാവ കിട്ടി. ചെറിയ കണ്ണുകൾ, പഴയ വസ്ത്രങ്ങൾ, വെറും സൈലൻസ് ആയൊരു പാവ. അവൻ അതിന് റോബർട്ട് എന്ന് പേരും വെച്ചു. അവന് പാവയെ കിട്ടി കുറച്ച് ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ കുറേ അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ജീനിന് എത്താത്തത്ര ഉയരത്തിലുള്ള സാധനങ്ങൾ താഴെ വീഴാൻ തുടങ്ങി. അമ്മ വന്നു നോക്കുമ്പോൾ സാധനങ്ങളെല്ലാം പൊട്ടിക്കിടക്കുന്നു. ഇതെല്ലാം പൊട്ടിച്ചത് നീയാണോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഇതെല്ലാം പൊട്ടിച്ചത് റോബർട്ടാണ് എന്ന് ജീൻ മറുപടി കൊടുത്തു. ആദ്യം അമ്മ കാര്യമാക്കിയില്ല. പിന്നീട് ചുമരിൽ നിന്ന് വീഴുന്ന വസ്തുക്കൾ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിരികൾ, രാത്രിയിൽ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ എല്ലാം ആ വീട്ടിലുള്ളവർ കേൾക്കാൻ തുടങ്ങി. ഒരു ദിവസം റൂമിൽ രണ്ടുപേർ സംസാരിക്കുന്ന ശബ്ദം കേട്ട് അമ്മ വന്ന് നോക്കുമ്പോൾ ജീൻ റോബർട്ട് പാവയുമായി കളിക്കുന്നു. ഒരു ദിവസം വീടെല്ലാം പൂട്ടി പാവയെ വീട്ടിലാക്കി ബാക്കിയുള്ളവർ വെക്കേഷന് പോയപ്പോൾ രാത്രി സമയങ്ങളിൽ വീടിന് മുറ്റത്തൊരു കൊച്ചുകുട്ടി ഓടിക്കളിക്കുന്നതായി കണ്ടെന്ന് അയൽപക്കത്തുള്ളവർ പറഞ്ഞു. പൂട്ടിയിട്ട വീടിൻ്റെ ജനലിൽ കൂടെ റോബർട്ട് എത്തി നോക്കുന്നത് കണ്ട സെക്യൂരിറ്റി ആ ജോലി തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഒടുവിൽ റോബർട്ടിനെ ഒരു മ്യൂസിയത്തിലേക്ക് മാറ്റിയപ്പോൾ പോലും അവൻ ശാന്തനായില്ല. മ്യൂസിയത്തിൽ ആ പാവ കാണാൻ പോകുന്നവർ അവൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പിറ്റേന്ന് അവർക്ക് അപകടം സംഭവിക്കും. മറ്റുള്ളവർ അവനു വേണ്ടി പേടിച്ചെഴുതിയ കത്തുകൾ ഇന്നും അവൻ്റെ മുന്നിൽ സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷമ ചോദിക്കുന്ന കത്തുകൾ. റോബർട്ട്, ദയവായി ഞങ്ങളെ വെറുതെ വിടൂ.